വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശി ബാലമുരുകനാണ് സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് രക്ഷപ്പെട്ടത്. കൊലപാതകവും കവർച്ചയും ഉൾപ്പെടെ 50-ലധികം കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. തൃശൂർ വിയൂർ ജയിൽ പരിസരത്ത് നിന്ന് ബാലമുരുകൻ എന്ന ജയിൽ പുള്ളി കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് നാടിനെ നടുക്കിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ കേസുകളിൽ കോടതി നടപടികൾ പൂർത്തിയാക്കി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് തിരിച്ചെത്തിക്കുമ്പോഴാണ് പ്രതി ചാടിപ്പോയത്. രാത്രി 11 മണിയോടെ വിയൂർ ജയിലിന് സമീപത്തെത്തിയപ്പോൾ മൂത്രമൊഴിക്കണമെന്ന് പ്രതി ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനായി പുറത്തിറക്കിയപ്പോൾ സമീപത്തെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് ചാടിയ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പ്രതിക്കായി വ്യാപകമായ തെരച്ചിലാണ് തമിഴ്നാട്, കേരള പോലീസ് സംഘങ്ങൾ നടത്തുന്നത്. കറുത്ത ഷർട്ടും വെളുത്ത മുണ്ടുമായിരുന്നു രക്ഷപ്പെടുമ്പോൾ വേഷം. ഏതു ഭാഗത്തേക്കാണ് ഇയാൾ മറഞ്ഞുപോയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പോലീസ് പറയുന്ന മറ്റൊരു കാര്യം, ഇയാൾ സാധാരണ രക്ഷപ്പെടുന്ന രീതി ബൈക്കുകൾ മോഷ്ടിച്ചുകൊണ്ട് ബൈക്കുകളിൽ കടന്നു കളയുന്ന ഒരു രീതിയാണ് ഇയാൾക്കുള്ളത് എന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ തമിഴ്നാട് പോലീസിന് വീഴ്ച പറ്റിയതായാണ് പ്രാഥമിക നിഗമനം. ആലത്തൂരിൽ നിന്നും പ്രതിക്ക് ഭക്ഷണം വാങ്ങി നൽകിയ ശേഷം കൈവിലങ്ങുകൾ അണിയിച്ചിരുന്നില്ല. പ്രതി പ്രാഥമിക ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങിയപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് കൂടെ ഇറങ്ങിയത്. വിയ്യൂർ ജയിൽ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് പ്രതിയെ പുറത്തിറക്കിയത്. ഇക്കാര്യങ്ങളെല്ലാം വിയ്യൂർ പോലീസ് അന്വേഷിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാണ്. നേരത്തെയും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടിരുന്നു. എന്നിട്ടും വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എന്നാണ് ആക്ഷേപം. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.